അഭിമന്യു വധക്കേസ് രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായ സംഭവം കേസിനെയോ വിചാരണയോ ബാധിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ. കാണാതായ എല്ലാ രേഖകളുടെയും പകർപ്പ് അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടെന്നും അവ ഈ മാസം 18-ന് കോടതിക്ക് കൈമാറുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇതിനിടെ സംഭവത്തിൽ അന്വേഷണത്തിന് സർക്കാരും ഹൈക്കോടതിയും തീരുമാനിച്ചു. അന്വേഷണ സംഘം കോടതിയെ വിശ്വസിച്ചേൽപ്പിച്ച രേഖകൾ കോടതിയിൽ നിന്നും കാണാതായത് ഗൗരവത്തോടെയാണ് സർക്കാരും CPIM-ഉം SFIയും കാണുന്നത്. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതി പോലീസിന് കൈമാറും. അതോടെ സമഗ്ര അന്വേഷണത്തിന് വഴിതെളിയും. അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അതെന്താണെന്ന് പരിശോധിക്കുക. ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ DGPയോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതിക്കുള്ളിൽ നടന്ന സംഭവമായതിനാൽ പോലീസിന് ചില പരിമിതികളുണ്ട്. സംഭവത്തിൽ കോടതി ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായി വരും. ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ രേഖകൾ നഷ്ടപ്പെട്ടത് വിചാരണയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പ് അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇവ ഈ മാസം 18-ന് വിചാരണ കോടതിക്ക് കൈമാറും. നിശ്ചയിച്ച പ്രകാരം തന്നെ വിചാരണ ആരംഭിക്കുമെന്നും പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മോഹൻ രാജ് വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ സെഷൻസ് കോടതിയിൽ അന്തിമഘട്ടത്തിലായതിനാലാണ് അതേ കോടതിയിൽ വിചാരണ നടക്കേണ്ട അഭിമന്യു വധക്കേസ് വൈകിയതെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അറിയിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി.